നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇഡിയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഫോറൻസിക് പരിശോധന നടത്തേണ്ടതിനാൽ ഈ രേഖകളുടെ ഒറിജിനൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് നേരത്തെ PMLA കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു. നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ ED ആവശ്യം തള്ളുകയായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രേഖകളുടെ പകർപ്പ് നൽകാൻ തയ്യാറാണെന്ന് ED ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ ഹർജി തള്ളിയിരുന്നത്. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി EDയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേരളത്തിലെ 12 സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ കൂടി അന്വേഷിക്കാനുണ്ടെന്നായിരുന്നു ED നൽകിയ മറുപടി. അതിനിടെ കരുവന്നൂർ സഹകരണ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. കരുവന്നൂരിൽ അതിവേഗ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയ സാഹചര്യത്തിലാണ് ഇത്. എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് CPM-ഉം. ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി CPM നേതൃത്വവുമായി ചർച്ച നടത്തിയത്. കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും പാർട്ടി നൽകും എന്നാണ് ഇവർ ഉറപ്പ് കൊടുത്തിരിക്കുന്നതെന്നാണ് വിവരം. ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തുകയുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ EDയുടെ അടുത്ത ലക്ഷ്യം തൃശൂരാണെന്നാണ് CPM വിലയിരുത്തൽ. എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലെത്തിയതെന്ന് CPM വിശദീകരിച്ചു. പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രിയെ പോലൊരു നേതാവ് ഇപ്പോൾ എത്തുന്നത് അസ്വാഭാവികത ഉള്ളതായി മാറി. കരുവന്നൂർ ആരോപണം നേരിടുന്ന MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻ മന്ത്രി AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെയാണ് മുഖ്യമന്ത്രി കണ്ടത്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് അന്ന് പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചിരുന്നു. കരുവന്നൂർ ഇടപാടിൽ ആരോപണ വിധേയരായ നേതാക്കൾ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. 9 മണിയോടെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. 45 മിനിറ്റ് നേരം അദ്ദേഹം പാർട്ടി ഓഫീസിൽ തങ്ങി. കരുവന്നൂർ കേസാണ് ED പുതിയതായി പരിഗണിക്കാൻ പോകുന്നത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇത്തരം ഒരു നീക്കം നടന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.